ഹായ് ഹലോ ഇറ്റ്സ് മീ അമലൂസ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ രണ്ട് അടിപൊളി വോൾ ഡെക്കേഴ്സാണ് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമേ ഞാൻ എടുത്തേക്കുന്നത് ന്യൂസ് പേപ്പറാണ്. ന്യൂസ് പേപ്പർ ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പം പേപ്പർ സ്റ്റിക്ക് വളരെ നൈസായിട്ടും ചെറുതായിട്ടും ഇരിക്കാനായിട്ട് ന്യൂസ് പേപ്പർ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്ക് നല്ല നീളത്തിൽ കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിതൊന്ന് ബ്ലാക്ക് കളർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതുപോലെ കുറച്ച് ഏറെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്ന രണ്ട് ഡെക്കോറിനും ഈ പേപ്പർ സ്റ്റിക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫുള്ള് ബ്ലാക്ക് കളർ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പേപ്പർ സ്റ്റിക്കെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ബട്ടർഫ്ലൈ വേണം. അപ്പോൾ ഞാനിപ്പം പേപ്പറിൽ ബട്ടർഫ്ലൈ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വരുന്ന പോലെ ഒരു ബട്ടർഫ്ലൈസ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് വരച്ചെടുത്തു. അപ്പോൾ ഞാൻ ഈ ഒരു ബട്ടർഫ്ലൈ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ സ്കെച്ച് പെൻ കൊണ്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വൈറ്റ് എടുത്തത് കൊണ്ടാണ് വൈറ്റിലേക്ക് വേറൊരു കളർ കൊടുത്തത്. അപ്പം ഞാൻ വേറെ കുറച്ച് കളേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എടുത്ത കളർ കൊണ്ട് തന്നെ അതിലേക്ക് വരച്ചു കൊടുക്കുകയാണ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിന് ശേഷം ഇതിന് ബോർഡറൊക്കെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടോട് കൂടിയല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് കൂടുതൽ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മൾ ഈ പേപ്പറിലേക്ക് വരച്ച് കട്ട് ചെയ്തെടുത്തിരുന്ന ബട്ടർഫ്ലൈ ഒരു ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ബട്ടർഫ്ലൈയുടെ ഫ്രണ്ടിൽ വരുന്ന കൊമ്പുണ്ടല്ലോ അതും കൂടെ ചെയ്തെടുക്കണം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ പേപ്പറാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് അത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഒന്ന് ചുരുട്ടി ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേപോലെ പീസസ് എടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ച് ഒന്ന് ഞാൻ കാണിക്കണ പോലെ തന്നെ ചെയ്താൽ മതി. നമുക്ക് ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ലീഫാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഗ്രീൻ കളർ പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അതിലേക്ക് സ്കെച്ച് പെൻ കൊണ്ട് ഒന്ന് വരച്ചുകൂടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വെയിൻസൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ലീഫും 2-3 ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് എല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പേപ്പർ സ്റ്റിക്ക് ഈ കാണുന്ന പോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫ്രെയിം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ 2 സ്റ്റിക്കും കൂടി ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ലീഫുകളെല്ലാം ഓരോ സ്റ്റിക്കിലൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബട്ടർഫ്ലൈസിനെ എല്ലാം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ബട്ടർഫ്ലൈ മേളിലേക്ക് നിൽക്കുന്ന പോലെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ വരാനായിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഈ കാണിക്കുന്ന പോലെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ലീഫും എല്ലാം കൂടെ ഒന്ന് ഒട്ടിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഔട്ട്ലുക്ക് എന്തായാലും നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കടയിലൊക്കെ പോയി വാങ്ങുകയാണെങ്കിൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഡെക്കോർ തന്നെയാണിത്. അപ്പോൾ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും. എന്തായാലും നല്ല ക്യൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നല്ല കിട്ടുമായിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് അടുത്ത വർക്ക് ചെയ്യാം.
നമ്മൾ കളർ പേപ്പർ കൊണ്ട് ഓരോ വർക്ക് ചെയ്യുമ്പോൾ ഇതേപോലുള്ള കുറച്ച് പീസസൊക്കെ മിച്ചം വരും അല്ലേ. അപ്പോൾ നമ്മൾ ഇതുകൊണ്ടാണ് ഇന്ന് നമ്മളിത് ചെയ്യാൻ പോണേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ചെറിയൊരു ലീഫായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മുടെ കയ്യിലുള്ള കളറുകളൊക്കെ എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പം കുറച്ച് ഏറെ വെറൈറ്റി കളേഴ്സ് ആകുമ്പോൾ കുറച്ച് അതിൻ്റെ ഒരു ഭംഗി കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ലീവ്സ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇതുപോലുള്ള കുറച്ച് പേപ്പേഴ്സ് കൊണ്ട് ലീഫ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചേറെ കളറ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഇനി നമുക്ക് വേണ്ടത് നമുക്കൊരു ഫ്രെയിം വേണം. നമ്മൾ ഫ്രെയിമാണ് പിന്നെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ കാർഡ്ബോർഡ് പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ ഒരു പേപ്പറിലേക്ക് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പ്ലെയിൻ പോർഷൻ വരുന്നിടം പുറം വശം വരുന്ന പോലെ ആക്കി വെച്ചതിന് ശേഷം വേണം ഇത് ഒട്ടിക്കാനായിട്ട്. അപ്പോൾ 4 കാർഡ്ബോർഡ് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് ഇതിലേക്കൊന്ന് ഗ്ലൂ ആക്കി കൊടുത്തൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയുക. ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളയരുത്. ഞാൻ കാണിക്കണ പോലെ കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഇത് കട്ട് ചെയ്ത് നമുക്കൊന്ന് കവർ ചെയ്ത് ഒട്ടിച്ചെടുക്കാമേ. ഇപ്പം നമ്മൾ ഫുള്ള് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫുള്ളായിട്ടൊന്ന് ബ്ലാക്ക് കളർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബ്ലാക്ക് കളറിൽ ഫ്രെയിം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി. അതുകൊണ്ട് നമുക്ക് അതൊന്ന് ഫുള്ള് കളർ ചെയ്തെടുക്കാം. നമ്മൾ കളർ ചെയ്തും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമേ ചെയ്തിരുന്ന പേപ്പർ സ്റ്റിക്കുകളുണ്ടല്ലോ അതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് പ്ലെയിൻ ആക്കി എടുക്കണം. അതിനുശേഷം ഇതേപോലെ ഒന്ന് വളച്ച് ഇതിനകത്തേക്ക് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. പ്ലെയിനാണ്, അവിടെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ 2 എണ്ണം ഒന്ന് പേപ്പർ സ്റ്റിക്ക് നന്നായിട്ടൊന്ന് പ്ലെയിൻ ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് ഇതുപോലെ ഒന്ന് പ്ലെയിൻ ആയിട്ട് നമ്മുടെ പേപ്പർ സ്റ്റിക്ക് കട്ട് ചെയ്തെടുക്കാം. അതും ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്കാണ് നമ്മുടെ ലീഫുകളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഔട്ട്ലുക്ക് എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായി, ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് വഴിയല്ലേ എനിക്ക് എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ചെയ്യാം കേട്ടോ, മടിക്കാതെ. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനി നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമുക്ക് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.